ദേണ്ടേ ബീഫ് കറിയാണ്. ബീഫ് കറി ചെമ്പിനകത്ത് ഇങ്ങനെ കുത്തിക്കോരി എനി ടൈമിൽ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നത്. സൂപ്പർ ബീഫ്. ഞാൻ തുടങ്ങിയിട്ട് ഇവിടെ മൊത്തത്തിൽ ഏകദേശം 70 വർഷത്തോളമായി. കട ആർക്കും അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം അല്ലേ. അതാണ് നമ്മുടെ മാമാടെ കട. അപ്പോൾ ഇന്നെന്തോ സനിയ പരിപാടി ഒരു ബോർഡിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. ഈ ബോർഡും ഈ കടയും ഭയങ്കര പ്രശസ്തമായിട്ടൊരു കടയാണ് കേട്ടോ, നാട്ടുംപുറത്ത്. ഈ കടയുടെ പേരാണ് മോരിശ്ശേരി കട. ഇത് ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ പത്തിശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. കുറേയേറെ വർഷക്കാലമായിട്ട്, അതായത് ബീഫ് കറിക്ക് പ്രധാനമായിട്ടുള്ളൊരു കടയാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ബീഫ് കറി, പൊറോട്ട, മത്സ്യത്തൊഴിലാളികൾക്ക് പ്രധാനമായിട്ടും ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു കടയായിരുന്നു. അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചകൾ കാണാം. ഈ ഒരു മോരിശ്ശേരി മാമാടെ കടയെന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈകുന്നേര ടൈമിലും രാവിലെയും ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് വിറകടുപ്പിൽ തയ്യാറാകുന്ന ബീഫ് കറിയും അടിച്ചെടുത്തിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ രുചിക്കാഴ്ചകൾ കാണാം. നമ്മൾ ഒരു ദിവസം എത്രത്തോളം ബീഫ് കറി ഉണ്ടാക്കും? ഇവിടെ 20-25 കിലോ കറി. 20-25 കിലോ കറി, അതായത് 2 ചെമ്പിനടുത്തൊക്കെ ചിലപ്പം ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ ഇത്രയൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെ കൂടി 50 കിലോ വരെ വിറ്റിട്ടുണ്ട്. നമ്മുടെ കടയുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് കറിയും പൊറോട്ടയാണ് അല്ലേ? വേറെ എന്തൊക്കെയുണ്ട്? പിന്നെ മറ്റേ ചിക്കൻ കറി ഉണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഏകദേശം വൈകുന്നേര സമയമാണ്. ഈ വൈകുന്നേര സമയത്ത് പൊറോട്ടയുടെയും ബീഫ് കറിയുടെയും പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഈ ഒരു ചെമ്പിനകത്ത് ഇരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബീഫ് കറി ഫിനിഷ് ആയിട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? സ്പെഷ്യൽ ബീഫ് കറി, നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കറിയാണ് ഈ കടയിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. കണ്ടില്ലേ, നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മാമാടെ ഉറപ്പാ രുചികരമായിരിക്കും എപ്പോഴും.